ഇന്ത്യ പാകിസ്ഥാനോട് വീണ്ടും പറയുകയാണ്, ആ വെള്ളമങ്ങ് വാങ്ങിവെച്ചേരെ പാകിസ്ഥാനെ. വിമാനങ്ങൾ വെടിവെച്ചിട്ടതെന്ന പാക് അവകാശവാദത്തെ ഇന്ത്യൻ വ്യോമസേന നിഷേധിച്ചിരിക്കുകയാണ്. ബാലാകോട്ടിലെ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ അതിർത്തിയിൽ കടന്നുകയറി പാക് വിമാനം രജൌരിയിൽ ബോംബിട്ടതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തിരുന്നു. ബോംബിട്ട് വലിയ കുഴികൾ രൂപപ്പെട്ടതിന്റെ ചിത്രങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. പാക് വ്യോമാതിർത്തി കടന്ന 2 ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും ഒരു പൈലറ്റിനെ അറസ്റ്റ് ചെയ്തുവെന്നും പാക് സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ അവകാശപ്പെട്ടിരുന്നു. ഒരു വിമാനം പാക് അധീന കശ്മീരിലും ഒരു വിമാനം ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ വീണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതേസമയം ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചു വീഴ്ത്തിയിട്ടില്ലെന്ന് വ്യോമസേന അനൌദ്യോഗികമായി പ്രതികരിച്ചു. അതായത് പാകിസ്ഥാന്റെ അതിമോഹമാണ് ഇന്ത്യയെ തറപറ്റിക്കാമെന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച് 3 പാക് യുദ്ധവിമാനങ്ങളാണ് രജൌരി ജില്ലയിലെ നൌഷേറ സെക്ടറിൽ പ്രവേശിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ ഇവയെ ഇന്ത്യൻ വ്യോമസേന തുരത്തി. വ്യോമാതിർത്തിയിൽ പട്രോളിംഗ് നടത്തിയിരുന്ന വിമാനങ്ങളാണ് പാക് വിമാനങ്ങളെ തുരത്തിയത്. പാകിസ്ഥാന്റെ ഒരു F-16 വിമാനം നൌഷേറയിലെ ലാംബാരിയിൽ വെച്ച് ഇന്ത്യൻ സേന വെടിവെച്ചിട്ടു. ഇത് പാക് അതിർത്തിക്കുള്ളിൽ വീഴുന്നത് കണ്ടെന്നും ഇതിൽ നിന്നും ഒരാൾ പാരച്യൂട്ടിൽ രക്ഷപ്പെട്ടുവെന്നും ANI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇയാൾ രക്ഷപ്പെട്ടോ എന്ന് വ്യക്തമല്ല. പാക് വ്യോമാതിർത്തിക്കുള്ളിൽ നിന്ന് നിയന്ത്രണ രേഖ മറികടന്ന പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയിൽ ആക്രമണം നടത്തിയതായി പാക് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. സ്വയം പ്രതിരോധത്തിന് വേണ്ടിയുള്ള ആക്രമണമായിരുന്നുവെന്നാണ് വാർത്താക്കുറിപ്പിലൂടെ പാകിസ്ഥാൻ പറയുന്നത്. സൈനികേതര ലക്ഷ്യങ്ങളിലാണ് ആക്രമണം നടത്തിയത്. സാധാരണ ജനങ്ങൾ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണെന്നും അവർ അവകാശപ്പെടുന്നു. ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ F-16 വിമാനത്തെ ഇന്ത്യ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും പാകിസ്ഥാൻ രംഗത്തുള്ളത് ഇത്തരം മുടന്ത ന്യായങ്ങൾ നിരത്തിക്കൊണ്ടാണ്. പൈലറ്റുകൾ പാരച്യൂട്ടിൽ രക്ഷപ്പെട്ടതിന്റെ തെളിവുകൾ ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പാക് വിമാനം പാക് അതിർത്തിക്കുള്ളിലാണ് തകർന്നു വീണത്. അതേസമയം ഇന്ത്യൻ വിമാനം വെടിവെച്ച് വീഴ്ത്തിയെന്ന് അവകാശപ്പെട്ട പാകിസ്ഥാൻ മാധ്യമങ്ങൾ നൽകിയ ചിത്രങ്ങൾ വ്യാജമാണെന്നും വാർത്തകൾ വരുന്നു. 2015-ൽ ഒഡീഷയിൽ തകർന്നു വീണ ഇന്ത്യയുടെ പരിശീലന വിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ നൽകിയത്. ഇന്ത്യയുടെ വിമാനം വെടിവെച്ചിട്ടെന്നും ഒരു പൈലറ്റിനെ അറസ്റ്റ് ചെയ്തെന്നുമായിരുന്നു പാകിസ്ഥാന്റെ വാദം. ഇന്ത്യൻ വ്യോമാക്രമണം ഭയന്ന് പാകിസ്ഥാൻ വ്യോമഗതാഗതം പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുകയാണ്. ഇസ്ലാമാബാദ് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ അടച്ചതായും വിവരങ്ങളുണ്ട്. ഇന്ത്യയിൽ ജമ്മു കാശ്മീർ ഉൾപ്പെടെ അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. ഏതായാലും പാകിസ്ഥാനെ ഇന്ത്യ വീണ്ടും വെടിവെച്ചിടുകയാണ്. അതിർത്തിയിൽ ഇന്ത്യ ശക്തമായി തന്നെ മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.